ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. ഈസ്റ്റർ ദിന സന്ദേശത്തിൽ യുദ്ധവും നിയമസഭാ തെരഞ്ഞെടുപ്പും ഓർമ്മിപ്പിച്ച് സഭാധ്യക്ഷന്മാർ മനസാക്ഷിക്കനുസരിച്ച് വോട്ട് രേഖപ്പെടുത്തണമെന്ന് ക്ലിമീസ് കാതോലിക്ക ബാവ ആവശ്യപ്പെട്ടു. സ്വാർത്ഥതയാണ് യുദ്ധങ്ങൾക്ക് പിന്നിലെന്ന് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. ദേവാലയങ്ങളിൽ പുലർച്ചെ വരെ നീണ്ട പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും തിരുകർമ്മങ്ങളും നടന്നു. സജോ ദേവസി എറണാകുളം തോപ്പിൽ മേരി ക്യൂൻസ് ചർച്ചിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേരുന്നു. സജോ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഈസ്റ്റർ. സജോ, എന്താണ് പൊതുവെ സഭാധ്യക്ഷന്മാരുടെ ഒരു നിലപാട്? തുറന്നു പറഞ്ഞിട്ടുണ്ടോ, ഉള്ളിൽ ഒളിപ്പിച്ചു പറയുകയായിരുന്നോ? FCRA അടക്കമുള്ള വിഷയങ്ങളുണ്ട്, യുദ്ധം ഓർമ്മിപ്പിക്കുന്നു, പൊതുവായ കാര്യങ്ങൾ വത്തിക്കാനിൽ നിന്ന് വരുന്നു. കേരളത്തിൽ എങ്ങനെയാണ് ഇന്നലെ പാതിരാ കുർബാനയിൽ പ്രാർത്ഥനയൊക്കെ നടത്തിക്കൊണ്ട് ബിഷപ്പുമാരും പിതാക്കന്മാരും നടത്തിയ സന്ദേശത്തിൽ പറയുന്നത്? എന്തെങ്കിലും രാഷ്ട്രീയ സൂചനകളുണ്ടോ ഏതെങ്കിലും സഭാധ്യക്ഷന്മാരുടെ പ്രാർത്ഥനയിലോ സന്ദേശത്തിലോ? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ഈസ്റ്റർ ആശംസകൾ. പാതിര മുതൽ പുലർച്ചെ വരെ നീണ്ടുനിന്ന ഈസ്റ്റർ തിരുക്കർമ്മങ്ങളാണ് വിവിധ പള്ളികളിൽ, സംസ്ഥാനത്തെമ്പാടുമുള്ള വിവിധ പള്ളികളിൽ നടന്നത്. അതിനിടെ സഭാധ്യക്ഷന്മാരുടെ സന്ദേശത്തിൽ പൊതുവായുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം വരികൾക്കിടയിലാണ് മറ്റു കാര്യങ്ങൾ പറഞ്ഞത്. അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നു, FCRA വിഷയമുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചൊക്കെ സ്വാഭാവികമായ നിലപാടുകളുണ്ട്. പക്ഷേ പൊതുവിൽ നേരിട്ട് ആ കാര്യങ്ങൾ പറയുക പൊതുവിൽ സഭകൾ സ്വീകരിക്കാത്തൊരു ശൈലിയാണ്, പ്രത്യേകിച്ച് ഈസ്റ്റർ തിരുക്കർമ്മങ്ങളുടെയും മറ്റുമൊക്കെ പശ്ചാത്തലത്തിൽ. പക്ഷേ വരികൾക്കിടയിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന്, സഭകളും വിശ്വാസികളും ഒക്കെ അനുഭവിക്കുന്ന പലതരം ബുദ്ധിമുട്ടുകളെക്കുറിച്ചും വേദനയെക്കുറിച്ചും, മറ്റൊന്ന് പശ്ചിമേഷ്യയിലെ യുദ്ധത്തെക്കുറിച്ചുമാണ് പരാമർശിച്ചത്. അവിടെ സമാധാനം ഉണ്ടാകണം എന്ന ആഹ്വാനവും പ്രാർത്ഥനയുമാണ് അതോടൊപ്പം ചേർത്ത് നൽകിയത്. ഈസ്റ്റർ എന്നത് ഹോളി വീക്കിന്റെ, വിശുദ്ധവാരത്തിന്റെ കൂടി സമാപനമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വിശ്വാസത്തിന്റെ തന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ഉയർപ്പാണ്. അതായത് പീഡ സഹിച്ച് കാൽവരിയിലെ കുരിശിൽ മരിക്കുന്നതിന് ശേഷം മൂന്നാം ദിനം ഉയർത്തു. അതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ എല്ലാവരും ഈസ്റ്ററിനെ വരവേൽക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് തോപ്പിൽ മേരി ക്യൂൻസ് ചർച്ചിലാണ്. ഇവിടുത്തെ ഇടവക വികാരി ഫാദർ തരിയൻ ഞാളിയത്തോട് നമ്മളോടൊപ്പം ചേരുകയാണ്. അച്ഛാ, ആദ്യം തന്നെ ഈസ്റ്ററിന്റെ ആശംസകൾ നേരുകയാണ്. ഞാനും നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും, ഞങ്ങളെ സംബന്ധിച്ച് ക്രിസ്ത്യാനികളായ എല്ലാവർക്കും, വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണല്ലോ ഉയർപ്പ്. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈശോ മിശിഹായുടെ ആശംസ സമാധാനമാണ്. എല്ലാവർക്കും ഹൃദയത്തിലും കുടുംബത്തിലും സമൂഹത്തിലും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വളരെ നന്ദി. വേറെ തെരഞ്ഞെടുപ്പൊക്കെയാണ്, രാഷ്ട്രീയ സന്ദേശങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നുമില്ല, സമാധാനപരമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഓക്കെ, അതാണ്. അപ്പോൾ അച്ഛൻ ഇവിടുത്തെ ഇടവക വികാരിയാണ് നമ്മളോടൊപ്പം ചേർത്തത്. ഈ നേരത്തെ സഭാധ്യക്ഷന്മാർ, സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് സമാധാനപരമായി ജീവിക്കുക എന്ന് പിതാവ് പറഞ്ഞതുപോലെയാണ്. അതിനേക്കാൾ വലിയ എന്ത് രാഷ്ട്രീയം അല്ലേ?